യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യം. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറൂസലേമിൽ വച്ച് നീ സ്വാന്തനം അനുഭവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അമ്മയുടെ സ്നേഹമായി താരതമ്യം ചെയ്യുകയാണത്. നമുക്കറിയാം, ഏറ്റവും വലിയ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ശക്തമായ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ സ്നേഹം അമ്മയുടെ സ്നേഹമായി നാവുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം ഇത് തന്നെയാണ്. എങ്കിൽ സഹോദരങ്ങളെ, ഈ ദൈവസ്നേഹം അനുഭവിച്ചുള്ള ഒരു ജീവിതം, അതിനു പറ്റിയ ഒരു ദിവസമാകട്ടെ ഇന്നെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. നീ സമർപ്പിക്കുന്ന ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ കാത്തു പരിപാലിക്കുന്ന സ്നേഹം അനുഭവിക്കുവാൻ ഇന്ന് ദൈവം നിന്നെ സഹായിക്കട്ടെ. ഇതാ, നീ സമർപ്പിച്ച നിയോഗങ്ങൾ അച്ഛൻ അൽത്താരേക്ക് സമർപ്പിക്കുന്നു. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൽത്താരയിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം, ഒരിക്കലും നൊന്തുപറ്റ കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇന്നനുഭവിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശ്വാന്തരം നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം അല്ല, അതിലപ്പുറം ഊഷ്മളമായ സ്നേഹം അനുഭവിക്കുവാൻ ഇന്ന് നിനക്ക് ഇടവരുത്തട്ടെ.